നമുക്ക് പോരാട്ടമുള്ളത് ജഡ രക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട കർത്താവിൻ്റെ അപ്പോസ്തലനായ പൗലോസിൽ കൂടെ പരിശുദ്ധാത്മാവ് എഫെസോസ് സഭയ്ക്ക് ലേഖനം എഴുതുകയാണ്. സഭയോട് ഇങ്ങനെ അറിയിക്കുകയാണ്: സഭയെ, നിങ്ങൾക്ക് പോരാട്ടമുണ്ട്. നമുക്കെന്തുണ്ട്? പോരാട്ടമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പോരാട്ടമുണ്ട്. പക്ഷെ നമുക്കുള്ള പോരാട്ടമുള്ളത് മനുഷ്യരോടല്ല. ആമേൻ. ഒരു ജഡ മനുഷ്യന് കാണാൻ കഴിയുന്ന, കേൾക്കാൻ കഴിയുന്ന, തൊടാൻ കഴിയുന്ന, സംസാരിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനോടല്ല സഭയ്ക്കുള്ള പോരാട്ടം അല്ലെങ്കിൽ സഭയ്ക്കുള്ള യുദ്ധം ഉള്ളത്. ആമേൻ. ഈ വാഴ്ചകളോടും ആമേൻ അധികാരങ്ങളോടും ഈ അന്ധകാരത്തിലെ ലോക അധിപതികളോടും ദുഷ്ടാത്മസേനയോടും അത്രേ സഭയുടെ യുദ്ധം ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഒരു അസാധാരണമായ ദൈവപ്രവൃത്തിയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുപോവുകയാണ്. പ്രൈസ് ഗാഡ്. ആമേൻ. അവിടെ പറയുകയാണ്, ആമേൻ, നമുക്ക് കാണാൻ കഴിയുന്നതും കേൾക്കാൻ കഴിയുന്നതും തൊടാൻ കഴിയുന്നതും സംസാരിക്കാൻ കഴിയുന്നതുമായ മനുഷ്യരോടല്ല നമ്മുടെ യുദ്ധം ഇരിക്കുന്നത്. വചനം പറയുന്നു, നമുക്കുള്ള യുദ്ധം ഇരിക്കുന്നത് ആമേൻ ഒരു ആത്മമനുഷ്യന് തൊടാൻ കഴിയുന്ന, ആത്മമനുഷ്യന് കേൾക്കാൻ കഴിയുന്ന, ആത്മമനുഷ്യന് സെൻസ് ചെയ്യാൻ കഴിയുന്ന, ആത്മമനുഷ്യന് ആക്സസ് ഉള്ള ആമേൻ ആത്മജീവികൾ ചലിക്കുന്ന സ്പിരിച്വൽ റലത്തിനകത്താണ് സഭയുടെ യുദ്ധം ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഇന്നു പകൽ ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും സഭയോട് അറിയിക്കുകയാണ്, നിങ്ങൾ സഭ എന്ന സൈന്യം യുദ്ധത്തിന് വേണ്ടി റെഡി ആയിക്കോളാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ നോക്കിയാൽ അറിയാം, സഭയ്ക്കകത്ത് നിന്ന് തന്നെ ജനത്തെ, ആളുകളെ തമ്മിൽ ഫൈറ്റ് ചെയ്യിപ്പിക്കുക. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ജനം തമ്മിൽ ഫൈറ്റ് ചെയ്യുക. പ്രൈസ് ഗാഡ്. കാരണം എന്താണെന്നറിയാമോ? ഇന്ന് അവരുടെ ആത്മമണ്ഡലങ്ങളിൽ അവർക്കതിനെ സെൻസ് ചെയ്യുവാൻ കഴിയാതെ ആമേൻ വ്യക്തികളെ തമ്മിൽ, മനുഷ്യരെ തമ്മിൽ എന്ത് ചെയ്യുക? പൈശാചിക രാജ്യം തമ്മിലടിപ്പിക്കുക. പ്രൈസ് ഗാഡ്. എന്നാൽ ഇന്നു പകലിൽ സഭ തിരിച്ചറിയണം, നമുക്കുള്ള യുദ്ധം അവൻ അടുത്തിരിക്കുന്ന മനുഷ്യരോടല്ല, നമുക്ക് കാണാൻ കഴിയുന്ന മനുഷ്യനോടോ കേൾക്കാൻ കഴിയുന്ന മനുഷ്യനോടോ സംസാരിക്കാൻ കഴിയുന്ന മനുഷ്യനോടല്ല നമുക്കുള്ള യുദ്ധം. ആമേൻ ആത്മമണ്ഡലങ്ങളിൽ കുടിയിരിക്കുന്ന ദുഷ്ടാത്മ സേനകളോട്, പൈശാചിക വേൾഡിനോടുമാണ് സഭയുടെ യുദ്ധം ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്തുകൊണ്ടാണ് ഈ ഒരു സബ്ജക്റ്റ് എടുക്കാനുള്ള കാര്യം? കാരണം കഴിഞ്ഞ 1-1.5 ആഴ്ച കൊണ്ട് പരിശുദ്ധാത്മാവ് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുന്നു. അത് സഭയോട് അറിയിക്കാൻ പറയുന്നു. ഒന്നും കൂടെ ആ വചനം ഒന്ന് വായിച്ചാട്ടെ. നമുക്ക് ഒന്ന് വായിച്ചേ. മതി. അവിടെ വായിച്ച ഒരു വേദഭാഗം, ഒന്നാമത്തെ വേർഡ് പറയുന്നത് നമുക്ക് പോരാട്ടമുണ്ട്. ഒന്ന് പറഞ്ഞേ, നമുക്ക്. പേടിയില്ലാത്തവരൊക്കെ ഒന്ന് പറഞ്ഞേ, നമുക്ക് പോരാട്ടമുണ്ട്. ഇന്നലകളിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന നിങ്ങളോട് പൈശാചിക മണ്ഡലത്തിന് പോരാട്ടം ഉണ്ടെന്നായിരിക്കാം. പക്ഷെ ഇന്നു പകലിൽ ദൈവത്തിൻ്റെ ആത്മാവ് സഭയോട് അറിയിക്കുകയാണ്, ഇന്നുകൊണ്ട് അത് തിരിയപ്പെടുകയാണ്. ഇന്നലകളിൽ നിന്നോട് പോരാടിക്കൊണ്ടിരുന്ന പൈശാചിക മണ്ഡലത്തോട് ഇന്നു മുതൽ നിനക്കൊരു പോരാട്ടമുണ്ട്. ഓ ഹല്ലേലൂയ. ആമേൻ.
ഇന്നലകളിൽ നിന്റെ കുടുംബത്തോടായിരുന്നെങ്കിൽ പൈശാചിക രാജ്യത്തിന് പോരാട്ടം, നിന്റെ സഭയോടാണ് പൈശാചിക രാജ്യത്തിന് പോരാട്ടമെങ്കിൽ, നിന്റെ തലമുറയോടാണ് പൈശാചിക രാജ്യത്തിൻ്റെ പോരാട്ടമെങ്കിൽ, ഇന്നു പകലിൽ ദൈവത്തിൻ്റെ ആത്മാവ് സഭയോട് ആലോചന അറിയിക്കുകയാണ്. അത് തിരിയപ്പെടാൻ പോവുകയാണ്. ഇന്നു മുതൽ നിനക്കാണ് പൈശാചിക മണ്ഡലത്തോട് പോരാട്ടമുള്ളത്. 2 കൊരിന്ത്യർ 10:4-5 വാക്യങ്ങളാണ്. 2 ഭാഗങ്ങൾ ഞാൻ വായിച്ചു. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യം വായിച്ചു. എന്നാൽ 2 കൊരിന്ത്യർ 10:4 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ഇത് രണ്ടും ഒരു ആത്മീക യുദ്ധവുമായി ബന്ധപ്പെട്ട വചനങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒന്നും കൂടെ പറയാം, ആത്മമണ്ഡലങ്ങളിലുള്ള പൈശാചിക മണ്ഡലത്തോടുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ ഒന്നാമത്തെ കാര്യങ്ങൾ ഞാൻ എഫെസ്യർക്ക് ലേഖനത്തിലേക്ക് ഞാൻ തിരികെ വരാം. എന്നാൽ കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്ന കാര്യം, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിനു വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. എന്നെ ഓൺലൈനിൽ കേൾക്കുന്നവർ എന്നെ വളരെ ശ്രദ്ധിക്കണം. ആമേൻ. ഈ ഒരു ഭാഗം പറയുന്നത് ഒരു യുദ്ധത്തിന് 2 മെത്തേഡാണുള്ളത്. ഹല്ലേലൂയ. ഒരു യുദ്ധത്തിന് 2 മെത്തേഡാണുള്ളത്. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഡിഫെൻഡിങ് ആണ്. ഹല്ലേലൂയ. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ പ്രതിരോധിക്കുക എന്നതാണ്. ആമേൻ. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അറ്റാക്ക് ആണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ വളരെയധികം കേൾക്കണം, ശ്രദ്ധിക്കണം. ഒന്നാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ഈ 2 കൊരിന്ത്യരിൽ വായിച്ച ഭാഗം എന്ന് പറയുന്നത്, ആമേൻ, ഇവിടെ നമുക്ക് വായിച്ചാൽ അറിയാൻ പറ്റും, ഒരു മനുഷ്യൻ്റെ അകത്ത് എന്ത് പൊങ്ങി? ദൈവിക പരിജ്ഞാനത്തിനു വിരോധമായ ഈ ഉയർച്ചകൾ ആരാ കൊണ്ടുവന്നത്? ഈ ചിന്തകൾ ആരാ കൊണ്ടുവന്നത്? പറഞ്ഞേ, ആരാ കൊണ്ടുവന്നേ? അപ്പോൾ ഒരു മനുഷ്യനോട് എന്ത് ചെയ്യുന്നു? പൈശാചിക മണ്ഡലം അവൻ തെറ്റായ ചിന്തകൾ ഒരുവൻ്റെ ഹൃദയത്തിലിട്ടു. പിടികിട്ടുന്നുണ്ടോ? ഹല്ലേലൂയ. നിങ്ങൾ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കണം, നിങ്ങൾ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കണം, അന്യഭാഷയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കാരണം ഇത് പെട്ടെന്ന് പിടികിട്ടുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഇത് പിടികിട്ടിക്കഴിഞ്ഞാൽ അസാധാരണ ഡെലിവറൻസ് സംഭവിക്കും. ആമേൻ. ഹല്ലേലൂയ. എനിക്കറിയാം, ഇന്നു പകലിൽ ചില ആത്മീക യുദ്ധത്തിനകത്ത് നിന്ന് ചിലരെ ഇന്നു പകലിൽ സ്വർഗം എഴുന്നേൽപ്പിക്കുന്ന ഒരു പകലായിരിക്കുമെന്ന്. ഇതുവരെ നീ കുടുങ്ങിക്കിടന്ന്, ഇതുവരെ നീ തകർന്നു കിടന്ന്, ഇതുവരെ നീ മാനസികമായി തളർന്നു കിടന്ന് ചില ആത്മീക യുദ്ധങ്ങൾക്കകത്ത് നിന്ന് പരിശുദ്ധാത്മാവ് ഈ പകലിൽ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ആമേൻ. ആത്മീക യുദ്ധം എന്താ, സ്പിരിച്വൽ റലം എന്താ, ഇത് പലർക്കും അറിയത്തില്ല. ആമേൻ. സഭയ്ക്കകത്തുള്ള പലർക്കും അറിയത്തില്ല. ആമേൻ. അതുകൊണ്ട് തന്നെ പലരും പല മേഖലകളിൽ പൈശാചിക തന്ത്രങ്ങൾ എന്താണെന്നറിയാതെ, പൈശാചിക തന്ത്രങ്ങൾക്കകത്ത് കുടുങ്ങി ആത്മീക യുദ്ധത്തിനകത്ത് ജയിച്ച് കയറാൻ കഴിയാതെ എവിടെയൊക്കെ സ്റ്റക്കാണ്. ആമേൻ. എന്നാൽ ഇന്നു പകലിൽ സഭയെ നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് അറിയിക്കുന്നു, നീ ആയിരിക്കുന്ന സ്പിരിച്വൽ വാറിനകത്ത് നിന്ന്, ആ സ്പിരിച്വൽ റലത്തിനകത്തുള്ള ബാറ്റിലിനകത്ത് നിന്ന് പുറത്തെടുക്കാൻ പോകുന്ന ഒരു പകലായിരിക്കുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് അറിയിക്കുകയാണ്. 2 കൊരിന്ത്യ ലേഖനം 10-ാം അധ്യായം 4, 5, 6 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ഇവിടെ പൈശാചിക രാജ്യം, ആമേൻ, സഭയോട് പോരടിക്കുന്ന ഒരു ഏരിയ കാണിക്കുന്നേ. ആമേൻ. പൈശാചിക രാജ്യം നിങ്ങൾക്കെതിരെ തൊടുത്തുവിടുന്ന അസ്ത്രങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒന്നും കൂടെ പറയാം, പൈശാചിക രാജ്യം സഭയ്ക്കെതിരെ ആമേൻ നടത്തുന്ന അറ്റാക്കുമായി ബന്ധപ്പെട്ടാണ് 2 കൊരിന്ത്യ ലേഖനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ പറയുകയാണ്, സഭയ്ക്കെതിരെ എന്ത് സംഭവിക്കും? ദൈവിക പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകൾ.
വിചാരങ്ങൾ. ആമേൻ, ഹല്ലേലൂയ. ക്രിസ്തുവിനെ അനുസരിക്കാൻ കഴിയാതെ വണ്ണം, ദൈവിക പരിജ്ഞാനത്തിൽ നിലനിൽക്കുവാൻ കഴിയാതെ വണ്ണം സഭയ്ക്കെതിരെ തൊടുത്തുവിടുന്ന പൈശാചിക അറ്റാക്കുകളെയാണ് ഇവിടെ പറയുന്നത്. 1 വിചാരങ്ങൾ, 2 ചിന്തകൾ, 3 ഉയർച്ചകൾ. ആമേൻ. ഇന്ന് പകലിൽ നീ ദൈവസന്നിധിയിൽ, ദൈവരാജ്യത്തിൽ നീ ആയിരുന്നിട്ടും, സഭയായിരുന്നിട്ടും, ക്രിസ്തു യേശുവിനാൽ ആമേൻ രക്ഷിക്കപ്പെട്ടിട്ടും ഇന്നും നീ പല ചിന്തകൾക്കകത്ത്, പല വിചാരങ്ങൾക്കകത്ത് കുടുങ്ങിക്കിടക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് പകലിൽ നിന്നെ അതിനകത്ത് നിന്ന് പുറത്തെടുക്കാൻ പോവുകയാണ്. അവിടെ പറയുന്ന കാര്യം, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവിടെ പറയുന്നു കോട്ടകളെ ഇടിപ്പാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പൈശാചിക രാജ്യം ദൈവരാജ്യത്തിലുള്ള സഭയാകുന്ന വ്യക്തികളുടെ ഹൃദയത്തിനകത്ത് പൈശാചിക രാജ്യം നടത്തിയ അറ്റാക്ക് നിമിത്തം അവൻ ചില കോട്ടകൾ പണിതു വച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. തെറ്റായ ചിന്തകൾ, ഭയങ്ങൾ, ആമേൻ, കുറ്റബോധങ്ങൾ, ആമേൻ, അങ്ങനെ തുടങ്ങി ദൈവത്തിൻ്റെ വചനത്തിന് വിരോധമായി നിൽക്കുന്ന പല ഉയർച്ചകൾ ഹൃദയത്തിനകത്ത് കോട്ടകളാക്കി രൂപം വച്ചിരിക്കുകയാണ്. ഇന്ന് പകലിൽ അങ്ങനെയുള്ള കോട്ടകൾ തകരപ്പെടാൻ പോവുകയാണ്. നിന്റെ ഹൃദയത്തിനകത്ത് പൈശാചിക രാജ്യം പല ചിന്തകൾ കൊണ്ടിട്ട് നിന്നെ ഭയത്തിനകത്ത് ഒതുക്കി വച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകലിൽ സ്വർഗം നിന്നെ ആ കോട്ടകളെ ഇടിച്ചു കളഞ്ഞിട്ട് നിന്നെ അതിൽ നിന്ന് പുറത്തെടുക്കാൻ പോവുകയാണ്. അവിടെ പറയുന്ന 1ാമത്തെ ഏരിയ പൈശാചിക രാജ്യത്തിന്റെ അറ്റാക്കാണ്. അവൻ കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നത് പിശാച് സഭയ്ക്കെതിരെ പോരാടുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. പിടികിട്ടുന്നുണ്ടോ? പൈശാചിക രാജ്യം സഭയ്ക്കെതിരെയുള്ള പോരാട്ടത്തെ അവിടെ വെളിപ്പെടുത്തുന്നത്. 2, അവിടെ പറയുന്ന മറ്റൊരു ഏരിയ, ഈ പോരാട്ടം അവിടെ പറയുന്നു അത് ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായാണ് വരുന്നത്. ആർക്കെതിരെയാണ് വരുന്നത്? തിരിച്ചറിയണം. പൈശാചിക അറ്റാക്കുകളെ, തന്ത്രങ്ങളെ തിരിച്ചറിയുക. ഒരിക്കലും നിനക്കെതിരെ അല്ല ഈ പൈശാചിക അറ്റാക്ക് വരുന്നത്. ഈ പൈശാചിക അറ്റാക്ക് വരുന്ന നിന്റെ അകത്ത് സ്വർഗം നിറച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായാണ്. ഹല്ലേലൂയ. നിന്റെ അകത്ത് നിക്ഷേപിച്ചിരിക്കുന്ന വിശ്വാസത്തിനെതിരെയാണ്. നിന്റെ അകത്ത് നിക്ഷേപിച്ചിരിക്കുന്ന കൃപാവരങ്ങൾക്കെതിരെയാണ്. നിന്റെ ജഡത്തിനെതിരെ അല്ല ഈ പോരാട്ടം മുഴുവൻ. സ്വർഗത്തിന്റെ സ്വർഗീയ ആത്മീക അനുഗ്രഹത്തോടാണ്. ഹല്ലേലൂയ. എനിക്കറിയാം ഇന്ന് പകലിച്ചത് പൊളിയും. നിന്നെ ഒതുക്കി വെച്ചിരിക്കുന്നതിനെ ഇന്ന് സ്വർഗം പൊളിച്ച് നിന്നെ പുറത്തെടുക്കാൻ പോവുകയാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഇവിടെ പറയുന്നത് എന്താ? ഞാൻ പറഞ്ഞു ഇത് സ്പിരിച്വൽ വാറാണ്. ഓൺലൈനിൽ ഇരിക്കുന്നവർ എന്നെ കേൾക്കണം. 2 ദൂത് കിട്ടിയില്ലെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകരുത് കേട്ടോ. ഇന്ന് പകലിൽ ദൂത് കിട്ടുന്നതിനേക്കാൾ അപ്പുറം നിങ്ങളുടെ ദൂതിനെ നിവർത്തീകരിക്കാതെ വണ്ണം നിങ്ങളെ ഒതുക്കുന്ന ചില പൈശാചിക മേഖലയെ പൊളിക്കുന്നതിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. 1, യുദ്ധത്തെ കുറിച്ച് പറയുകയാണ്. എന്ത് യുദ്ധമാണ്? ഞാൻ പറഞ്ഞു ഈ യുദ്ധം നടക്കുന്നത് മനുഷ്യരോടല്ല. ഈ യുദ്ധം നടക്കുന്നത് ആമേൻ ആത്മമനുഷ്യന്. ഒന്നും കൂടെ പറഞ്ഞാൽ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കപ്പെട്ട ആത്മമനുഷ്യൻ ആത്മനിറവിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന ആത്മീക റലത്തിനകത്ത്, ആത്മതലത്തിനകത്ത് കയറി നിന്ന് യുദ്ധം ചെയ്യുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒരു ജഡമനുഷ്യന് ഈ ഭൂമിയിൽ ആമേൻ ആത്മാവിൽ ജനിക്കാത്ത, ആത്മാവിൽ നടത്തപ്പെടാത്ത ഒരു മനുഷ്യന് സെൻസ് ചെയ്യാത്തതും എന്നാൽ ആത്മാവിൽ നിറയപ്പെട്ട് ആത്മാവിൽ നയിക്കപ്പെടുന്ന ആത്മമനുഷ്യൻ ആമേൻ ആക്സസ് ഉള്ള സ്പിരിച്വൽ റലത്തിനകത്ത് നടക്കുന്ന യുദ്ധമാണിത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വേർഡുകളെല്ലാം പറയണം.
എന്തിനാ ഇത്രയും വേട് പറഞ്ഞതെന്നറിയോ? പലർക്കും ഇത് അറിഞ്ഞുകൂടാ, എന്താ സംഭവം എന്നറിയില്ല. ആമേൻ. പലരും പറയുന്നത് ഇതൊക്കെ എന്തുവാ, ഇതൊക്കെ ശരിയാണോ എന്നാ ചോദിക്കുന്നേ. കാരണം ബ്രദറെ, സിസ്റ്ററെ, കാരണം നിങ്ങൾക്കറിയാത്തതിൻ്റെ കാരണം ഒറ്റ കാര്യമുള്ളൂ. നിങ്ങൾ സ്പിരിച്വൽ റലത്തിൽ കയറണമെങ്കിൽ 1, നിങ്ങൾ ആത്മാവിൽ ജനിക്കണം. 2, പരിശുദ്ധാത്മാവിൽ നിറയണം. 3, പരിശുദ്ധാത്മാവ് നിന്നെ നയിക്കണം. അല്ലാതെ നിനക്ക് സ്പിരിച്വൽ റലത്തെ കുറിച്ച് അറിയാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സ്പിരിച്വൽ റലത്തിനകത്തുള്ള യുദ്ധം 2 തരത്തിലാണ്. ഈ യുദ്ധത്തിൻ്റെ ടൈപ്പ് ഇരിക്കുന്നത് 2 തരത്തിലുള്ള രീതി. ആമേൻ. ഇതിൻ്റെ മോഡ് ഇരിക്കുന്നത് 1 അറ്റാക്കാണ്, 2 ഡിഫെൻഡിങ് ആണ്. ഒന്നും കൂടെ പറഞ്ഞാൽ ഡിഫെൻഡിങ് 1, 2 അറ്റാക്ക്. ഒന്ന് പറഞ്ഞ ഡിഫെൻഡിങ് 1 നമ്മൾ പ്രതിരോധിക്കുക, 2 എന്ത് ചെയ്യുക, അറ്റാക്ക് ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് സഭ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? അതാ 2 കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത്. അവൻ ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധി ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിനു വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ്. എന്താണ് സംഭവിക്കുന്നത്? പൈശാചിക രാജ്യം, ആമേൻ, ഒരാത്മീകന്റെ അകത്ത്, ദൈവരാജ്യത്തിൽ ആത്മാവിൽ ജനിക്കപ്പെട്ടവന്റെ അകത്ത്, ആമേൻ, മറ്റൊരു ഭാഗത്ത് പറയുന്നു സകല ആത്മീക അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുന്നു? നൽകപ്പെട്ടിരിക്കുന്നു. ആമേൻ. രോഗസൗഖ്യം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആമേൻ. ദൈവവിഷയമായ സമ്പന്നത നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആരോഗ്യം, ഡിവൈൻ ഹെൽത്ത് നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഡിവൈൻ കണക്ഷൻ, ദൈവിക ബന്ധങ്ങൾ നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സഭ നിങ്ങൾക്ക് നൽകപ്പെട്ടിരുന്നു. അഭിഷക്തന്മാർ നിങ്ങൾക്ക്, പ്രൈസ് ദി ലോർഡ്, ദൈവവചനം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അങ്ങനെ സ്വർഗീയ ആത്മീക അനുഗ്രഹങ്ങളെല്ലാം ഒരുവന്റെ അകത്ത് നൽകപ്പെട്ടിരിക്കുക. ഹല്ലേലൂയ. പക്ഷെ പലരും ചോദിക്കും, പാസ്റ്ററെ, ഇതൊക്കെ ഞങ്ങൾ കുറെ കേട്ടിട്ട് എന്തുകൊണ്ട് ഞങ്ങൾ സൗഖ്യം പ്രാപിച്ചില്ല? എന്തുകൊണ്ട് ഞങ്ങളുടെ പ്രവചനങ്ങൾ നിവൃത്തീകരിക്കപ്പെട്ടിട്ടില്ല? അതിൻ്റെ കാരണമായി എന്ന് പറയുന്നേ. ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാമോ? ഇതെല്ലാം ഒരുവന്റെ അകത്ത് നൽകപ്പെട്ടിരിക്കുമ്പോൾ തന്നെ വചനം പറയുക, അവനെതിരെ ഒരു യുദ്ധമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ആത്മീക അനുഗ്രഹങ്ങൾ, ഈ ആത്മീക അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് വരുന്നതല്ല, ഇതും സ്പിരിച്വൽ റലത്തിനകത്ത് നിന്ന് വരുന്നതാ. പ്രൈസ് ദി ലോർഡ്. ഇതും നിനക്ക് കിട്ടുന്നത് ആത്മമണ്ഡലങ്ങൾക്കകത്ത് നിന്ന്, ഓപ്പൺ ഹെവനകത്ത് നിന്ന് നിനക്ക് തുറക്കപ്പെടുന്നതാ. ഹല്ലേലൂയ. അങ്ങനെ സ്പിരിച്വൽ റലത്തിനകത്ത് നിന്ന് നിന്നിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട ഈ ആത്മീക അനുഗ്രഹങ്ങൾ ഈ ഭൂമിയിൽ അനുഭവിക്കരുതെന്ന് പൈശാചിക രാജ്യത്ത്. അതിനാണ് അവർ ചെയ്യുന്നത്. എന്താണെന്നറിയാമോ? അവരുടെ അകത്തേക്ക്, സഭയുടെ അകത്തേക്ക് അവരെന്ത് ചെയ്യും? പല സങ്കല്പങ്ങളും, പല വിചാരങ്ങളും, പല ഉയർച്ചകളും ആർക്കെതിരെ അറ്റാക്ക് നടത്തും? പൈശാചിക രാജ്യം സഭയ്ക്കെതിരെ ഇങ്ങനെയുള്ള അറ്റാക്ക് നടത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള അറ്റാക്ക് നടത്തുമ്പോൾ ഈ യുദ്ധത്തിൻ്റെ തന്ത്രം അറിഞ്ഞില്ലെങ്കിൽ, അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങൾ പിശാചിൻ്റെ തന്ത്രങ്ങളെ എന്ത് ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ അറിയുന്നുണ്ടോ? പിശാചിൻ്റെ തന്ത്രങ്ങളെ അറിയുന്നുണ്ടോ? ആമേൻ. മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യരുത്? പിശാചിനോട് തോറ്റു പോകരുതെന്ന്, പരാജയപ്പെട്ടു പോകരുതെന്ന്. ആമേൻ. അപ്പോൾ പിശാചിനോട് പരാജയപ്പെടാതെ ഇരിക്കണമെങ്കിൽ നമ്മൾ പിശാചിൻ്റെ തന്ത്രങ്ങളെ അറിയണം, സഭ തന്ത്രങ്ങളെ അറിയണം. ആമേൻ. എന്താ അവൻ്റെ തന്ത്രം? അവൻ എങ്ങനെ അറ്റാക്ക് നടത്തുന്നത്? നിങ്ങളുടെ അകത്ത് സ്വർഗം നിക്ഷേപിച്ചിരിക്കുന്ന ദൈവിക പരിജ്ഞാനത്തിന് വിരോധമായ ചിന്തകൾ കൊണ്ടിടും, സാഹചര്യങ്ങൾ കൊണ്ടിടും. ഓ, പ്രൈസ് ഗോഡ്. ആമേൻ. നിന്നെക്കുറിച്ച് സ്വർഗം നൽകിയിരിക്കുന്ന ഡിവൈൻ ഹെൽത്തിനെ കുറിച്ചാണെങ്കിൽ, ആമേൻ, ദൈവികമായ ആരോഗ്യമാണ് നിന്റെ മുമ്പിൽ സ്വർഗം നിക്ഷേപിച്ചതെങ്കിൽ, ആമേൻ, അതിനു വിരോധമായ രോഗങ്ങൾ നിന്റെ മുമ്പിൽ കൊണ്ടിടും. ഹല്ലേലൂയ. നീ ദൈവവിഷയമായി സമ്പന്നമാകണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതിയെങ്കിൽ, അതിനു വിരോധമായ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥകൾ നിന്റെ കുടുംബത്തിൽ കൊണ്ടിടുന്നു. ഹല്ലേലൂയ. ആമേൻ.
നിന്റെ മുകളിൽ ദൈവം ഉയർച്ചയാണ് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ ഇതുവരെ അനുഭവിക്കാത്ത താഴ്ചകൾ നീ അനുഭവിക്കുന്ന. പ്രൈസ് ദി ലോർഡ്. ഇതൊരിക്കലും പറയരുത് ഇത് ദൈവം തന്നതാന്ന് പറയരുത് കേട്ടോ. ആമേൻ. ചിലർ പറയും ഇത് ദൈവം തന്നതാ. അല്ല. ആമേൻ. ഹല്ലേലൂയ. ഇത് ദൈവം തന്നതല്ല. ആമേൻ. അപ്പോൾ അങ്ങനെയുള്ള തന്ത്രങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. തിരിച്ചറിയണമെങ്കിൽ എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്? നമ്മുടെ അറിവ് കൊണ്ട് ഇത് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഒറ്റ ഒരു കാര്യം കൊണ്ട്. ഒന്ന്, നമ്മുടെ അകത്ത് നിറയപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ, പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിനാൽ, പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ ഈ കാര്യങ്ങളെ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ പറയുന്ന ഒന്നാമത്തെ കാര്യം, ഇവിടെ പറയുന്ന പിശാച് നമ്മളോട് അറ്റാക്ക് ചെയ്യുന്നതാണ്. ആമേൻ. അടുത്തത് അവിടെ പറയുന്നത് പിശാച് നമ്മളോട് ചെയ്യുന്ന അറ്റാക്കിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആത്മാവിൽ പ്രതിരോധിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. പിടികിട്ടുന്നുണ്ടോ? എന്നാൽ എഫെസ്യ ലേഖനം പറയുന്നത് 6-ാം അധ്യായം 12-ാം വാക്യം എടുത്താട്ടെ. ഇവിടെ പറയുന്നത് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്ന പൈശാചിക രാജ്യത്തിന് നിന്നോടുള്ള പോരാട്ടമാണെങ്കിൽ, ആമേൻ, അടുത്തൊരു സീസൺ സ്വർഗം സഭയ്ക്ക് മുമ്പിൽ തുറക്കുകയാണ്. ഇനി നിന്നോടുള്ള പോരാട്ടമല്ല, ഇനിയും നിന്റെ അകത്ത് പൈശാചിക രാജ്യം നടത്തുന്ന അറ്റാക്കിനെ കുറിച്ചല്ല പറയുന്നത്. ആമേൻ. ഇനിയുള്ള സമയം നിനക്ക് പൈശാചിക രാജ്യത്തോട് ഒരു പോരാട്ടമുണ്ട്. കൊരിന്ത്യ ലേഖനത്തിനകത്ത് നിന്നോടുള്ള പിശാചിന്റെ പോരാട്ടമാണെങ്കിൽ, ആമേൻ, എഫെസ്യ ലേഖനത്തിൽ സഭയോട് ആത്മാവ് ദൂതറിയിക്കുകയാണ്, ഇനി നീ ആത്മരഥത്തിനകത്ത് പൈശാചിക മണ്ഡലത്തോട് പോരാടാൻ സമയമായിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു സീസൺ പിശാചിന് നിന്നോടുള്ള പോരാട്ടമാണെങ്കിൽ, മറ്റൊരു സീസൺ സഭയുടെ മുമ്പിൽ സ്വർഗം തുറക്കുകയാണ്. ഇനി ഉള്ളത് പിശാച് നിന്നോട് പോരാടുകയല്ല, ഇതുവരെ നിന്നോട് പോരാടിക്കൊണ്ടിരുന്ന പൈശാചിക മണ്ഡലത്തോട് നീ ആത്മാവിൽ പോരാടുന്ന ഒരു സമയം വന്നിരിക്കുകയാണ്. സീസൺ ചേഞ്ച് ആകുന്നു. ഇതുവരെ നിന്റെ അകത്ത് ഭയം കൊണ്ട് നിറച്ചെടുത്ത്, നിന്റെ അകത്ത് ചിന്തകൾ കൊണ്ട് നിറച്ചെടുത്ത്, ഇതുവരെ ഭാരങ്ങൾ കൊണ്ട് നിറച്ചെടുത്ത്, ആ പൈശാചിക മണ്ഡലത്തോട് നീ തിരികെ പോരാടേണ്ട സമയം വന്നിരിക്കുകയാണ്. വിമലഗതേ റബലഗദലഗദഗമനം തേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ കൊരിന്ത്യ ലേഖന അവസാനത്തെ ആ ഭാഗവും കൂടെ ഒന്ന് വായിച്ചിട്ട് നിങ്ങൾക്കപ്പോൾ കുറെ കൂടെ മനസ്സിലാകും. 10:6 വായിച്ചേ. 6 വായിച്ചേ. അതിൻ്റെ 5-ന്റെ അവസാനം മുതൽ ഏതു വിചാരത്തെയും ആ ആ ആ ആ ആ ആ മതി 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 സിസ്റ്ററെ. ഒന്നാമത്തെ കാര്യം നമ്മളോടുള്ള അറ്റാക്കാണ്. പ്രൈസ് ദി ലോർഡ്. പൈശാചിക രാജ്യത്തിന് നമ്മളോടുള്ള അറ്റാക്കാണ്. എന്നാൽ രണ്ടാമത്തെ ഏരിയയിലോട്ട് വരുമ്പോൾ പറയുകയാണ്, അവൻ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്ന അവൻ ചെയ്തു വച്ചിരിക്കുന്ന സകല കോട്ടകളെയും ഞാൻ എന്ത് ചെയ്യും? ആത്മാവിൽ ഇടിച്ചു കളയും. പറ, നിങ്ങൾ തന്നെ പറ. ആത്മാവിൽ ഞാൻ ഇന്ന് പകൽ ചിലതിനെ ഇടിച്ചു കളയുകയാണ്. നിന്റെ അകത്ത് നിറച്ചു ഭയത്തെ ഇടിച്ചു കളയുകയാണ്. എൻ്റെ അകത്ത് ഇന്ന് എൻ്റെ അകത്തേക്ക് കൊണ്ടുവന്ന എല്ലാ അനുസരണ കേടിനെയും ഞങ്ങളെ
ഈ പകലിൽ ഞാൻ ഇടിച്ചു കളയുകയാണ്. ഓൺലൈനിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നവർ, നിങ്ങൾ ആത്മാവിൽ ഇത് തന്നെ നിങ്ങൾ പ്രഖ്യാപിക്കുക. ഈ പകലിൽ ദൈവശക്തിയാ ഞാൻ എനിക്കെതിരെ പൈശാചിക രാജ്യം ഉയർത്തിയ എല്ലാ കോട്ടകളെ ഞാൻ ഇടിച്ചു കളയുകയാണ്. Praise the Lord. Amen. അപ്പൊ പിടിച്ചടക്കുകയും ഇടിച്ചു കളഞ്ഞാലേ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പിടിച്ച്. അപ്പൊ എങ്ങനെയാ ഇടിച്ചു കളയുന്നേ? അവിടെ പറയുന്നു ദൈവശക്തിയാൽ. ആമേൻ. നമ്മുടെ അകത്ത് വ്യാപരിച്ചിരിക്കുന്ന ദൈവശക്തിയാൽ ഇന്ന് പകലിൽ ചില കോട്ടകളെ ഞാൻ ഇടിച്ചു കളയും. ഇന്ന് പകലിൽ സഭ ചിലതിനെ ഇടിച്ച് കളയുന്ന ഒരു പകലാണ്. ദൈവിക പരിജ്ഞാനത്തിന്, ദൈവിക വാഗ്ദത്തങ്ങൾക്ക് എതിരെ നിൽക്കുന്ന എല്ലാ കോട്ടകളെ ഞാൻ ഇന്ന് ഇടിച്ചു കളയുകയാണ്. സ്വർഗം എൻ്റെ അകത്തേക്ക് നൽകിയ സകല ആത്മീക അനുഗ്രഹങ്ങൾക്ക് വിരോധമായിരിക്കുന്ന എല്ലാ പൈശാചിക അറ്റാക്കുകളെയും പൈശാചിക കോട്ടകളെയും ഇന്ന് പകലിൽ ആത്മശക്തിയാൽ ഞങ്ങൾ അതിനെ ഇത് ഭയങ്കര റിസൾട്ട് കൊണ്ടുവരുമെന്ന് ഈ പകലിൽ വലിയ റിസൾട്ടുകൾ Praise the Lord. Hallelujah. Amen. ഇത് ചുമ്മാ പറയുന്നതല്ല കേട്ടോ, ഉറപ്പായിട്ട് ഭയങ്കര റിസൾട്ട് കൊണ്ടുവരും. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽ ഈ പൈശാചിക മണ്ഡലത്തോട് ഞാൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കറിയാം, ഭയങ്കരമായിട്ട് ഞാൻ സെൻസ് ചെയ്യുക. ആമേൻ. ഈ സത്യങ്ങൾ എന്ത് ചെയ്യത്തില്ല, സഭയ്ക്കകത്ത് പറയാൻ സമ്മതിക്കത്തില്ല, അതിനെ മറച്ചു കളയും. എന്നാൽ ഇന്ന് പകൽ സത്യം അറിയുമ്പോൾ ഇതുവരെ നിന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാതെ വണ്ണം നിന്നെ ഒതുക്കി വെച്ച സകല അസ്വസ്ഥതകൾക്കകത്ത് നിന്ന് ഇന്ന് പകൽ സഭ പുറത്തു വരികയാണ്. ലിബറകളെ ദൈവിക പരിജ്ഞാനം കൊണ്ട് നിന്നെ തുറക്കപ്പെടേണ്ട പല നന്മകളെ, പല ആത്മീക അനുഗ്രഹങ്ങളെ പൈശാചിക രാജ്യം കഴിഞ്ഞ സീസണിൽ അടച്ചു കളഞ്ഞു. എന്നാൽ ഈ പകലിൽ സ്വർഗം അതിനെ ഇടിച്ചു കളഞ്ഞ് അത് തുറന്നു തരാൻ പോവുകയാണ്. ഇന്ന് നിന്റെ കാൽ കീഴെ പാമ്പുകളും തേളുകളും ശത്രുവിന്റെ സകല ബലങ്ങളും ചവിട്ടി മെതിയപ്പെടുന്ന ഒരു പകലായിരിക്കുമെന്ന്. ആത്മാവി ചിലതിനെ ചവിട്ടി മെതിക്കുക. ഇതുവരെ നിന്നെ എതിരെ നിന്ന് നിന്റെ അകത്ത് നിക്ഷേപിച്ചിരിക്കുന്ന കൃപാവരങ്ങളെ ജ്വലിപ്പിക്കാതെ വണ്ണം, നിന്റെ ശുശ്രൂഷയെ ജ്വലിപ്പിക്കാതെ വണ്ണം, നിന്റെ സഭയെ എഴുന്നേൽപ്പിക്കാതെ വണ്ണം വിരോധമായി നിന്ന പൈശാചിക മണ്ഡലത്തെ ആത്മാവെ ചവിട്ടി മെതിക്കുക.
ഇത് പകലിൽ ചിലത് പൊളിയപ്പെടുകയാണ്. നിനക്കു വിരോധമായി ഉയർന്ന എല്ലാ കോട്ടകൾ, ഓ ജീസസ്, നസ്രയനായ യേശുവിന്റെ നാമത്തിൽ പത്രോസേ, ഞാൻ എന്റെ സഭ നിന്നിൽ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. ഇന്ന് ആ സീസണാണ്, ആ ടൈമാണ്. പാതാള ഗോപുരത്തിന് ജയിക്കാൻ കഴിയാതെ വണ്ണം അവൻ ഉയർത്തിയ എല്ലാ കോട്ടകളെ ഇടിച്ചു കളയുന്ന ഒരു പകലാണെന്ന്. Mighty name of Jesus. In mighty name of Jesus. Praise the Lord. Amen. ഇടിച്ചു കളഞ്ഞാൽ അടുത്തത് പിടിച്ചടക്കുകയാണ്. ആമേൻ. ചിലതിനെ പിടിച്ചടക്കും. ആമേൻ പറ. ചിലതിനെ പിടിച്ചടക്കും. ചിലതിനെ പിടിച്ചടക്കും. ഇതുവരെ നിനക്ക് വിരോധമായി കോട്ടകളെ ഉയർത്തിയ പൈശാചിക മണ്ഡലത്തെ നീ പിടിച്ചടക്കും. ഓ, വചനം പറയുന്നു, ബലവാനെ പിടിച്ചു കെട്ടാതെ അവന്റെ കോപ്പ് കവർന്ന് കളയാൻ കഴിയത്തില്ല. ഇന്ന് പകലിൽ ട്രിവാൻഡ്രത്തിന്റെ ആത്മമണ്ഡലങ്ങളിൽ ഇന്നകളിൽ തടഞ്ഞ പൈശാചിക മണ്ഡലത്തെ ഇന്ന് പകലിൽ ആത്മാവിൽ പിടിച്ചടക്കുകയാണ്. Praise the Lord. Hallelujah. Amen. പിടിച്ചടക്കും. അടുത്ത വചനം പറയുന്നത് എന്താണെന്നറിയാമോ? ആ വചനത്തിൽ ഇങ്ങനെയാ പറയുന്നത്, പിടിച്ചടക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ അനുസരണം തികഞ്ഞ എന്ത് ചെയ്യും? ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. നിനക്കെതിരെയുള്ള പൈശാചിക അറ്റാക്കുകളെ, അവന്റെ കോട്ടകളെ നീ ഇടിച്ചു കളഞ്ഞാൽ, ഓ പ്രൈസ് ദി ലോർഡ്, അവൻ ഉയർത്തിയ പൈശാചിക കോട്ടകളെ ഇടിച്ചു കളഞ്ഞ പിടിച്ചടക്കുമ്പോൾ, ആ കോട്ടകളെ പിടിച്ചടക്കുമ്പോൾ അടുത്ത വചനം പറയുകയാണ്, നീ അവനോട് പ്രതികാരം ചെയ്യേണ്ട ഒരു സീസൺ നിനക്ക് മുമ്പിൽ തുറന്നു വരുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ സഭയോട് ആത്മാവ് ദൂതറിയിക്കുകയാണ്, ഇത് നീ പിടിച്ചടക്കുക മാത്രമല്ല, ആ പൈശാചിക രാജ്യത്തോട് നീ പ്രതികാരം ചെയ്യാൻ ഉള്ള സമയമാണെന്ന്. Praise the Lord. Praise the Lord. Shatalamayalama. Amen. Praise the Lord. Hallelujah. Amen. Amen. നമ്മൾ ഇടിച്ചു കളയുക മാത്രമല്ല, പിടിച്ചടക്കുകയല്ല, അടുത്തൊരു സീസൺ വെച്ചിരിക്കുക. എന്താണെന്നറിയാമോ? ഇന്നലകളിൽ നമ്മളോട് പോരാടിയവനോട് പോരാടാനുള്ള സീസൺ. എഫെസോസിലെ സഭയോട് ആത്മാവിൽ പൗലോസ് എഴുതി വെക്കുന്നത് ഇതാണ്, നിങ്ങളുടെ സീസൺ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ സീസണിൽ നിന്നെ ഒതുക്കിയവനെ നീ ഒതുക്കിയിട്ട് അവനെ പിടിച്ചടക്കിയിട്ട് ഈ സീസണിൽ അവനോട് പ്രതികാരം ചെയ്യുന്ന, ഓ ആരാ റെഡിയാകുന്നത്? നീ പ്രതികാരം ചെയ്യാൻ റെഡിയാകാം. അത് പൗലോസിക്കോടെ പരിശുദ്ധാത്മാവ് പറയുക, നീ പ്രതികാരം ചെയ്യേണ്ടത് നീ മനുഷ്യനോടല്ല, നീ യുദ്ധം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഏരിയ ഡിഫെൻഡിങ് ആയിരുന്നു. എന്നാൽ രണ്ടാമത്തെ ഏരിയ പറയുകയാണ്, ഈ ടൈം അറ്റാക്കിന്റെ ടൈമാണ്. ആമേൻ, ആമേൻ. ഈ സീസണിൽ നീ പൈശാചിക മണ്ഡലത്തിന് നീ ഭീഷണിയാകാൻ പോവുകയാണ്. പിടികിട്ടിയ കഴിഞ്ഞ സീസണിൽ പൈശാചിക മണ്ഡലം നിനക്ക് ഭീഷണിയാണെങ്കിൽ ഈ സീസണിൽ നീ പൈശാചിക മണ്ഡലത്തിന് ഭീഷണിയാകാൻ പോവുകയാണ്.
റസബലഗടഗമന തുരിഗടഗമന റസിയാതലവ. Hallelujah. Praise the Lord. Jesus. Amen. Hallelujah. Amen. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ യുദ്ധം ചെയ്യുന്നത് ആരാ? സാധാരണക്കാരാണോ? ആരാ പറഞ്ഞേ? ഒരു സൈന്യം അല്ലേ? അപ്പോൾ ഇവിടെ നമ്മെ ആരായിട്ടാ രേഖപ്പെടുത്തിയിരിക്കുന്നത്? നിങ്ങൾ സാധാരണ ഒരു സഭയല്ല, സാധാരണ ഒരു കൂട്ടമല്ല, നിങ്ങളൊരു സൈന്യമാണ്. ഓ, നിങ്ങളൊരു സൈന്യമാണ്. പഴയ നിയമ കാലഘട്ടത്തിൽ വായിച്ചാൽ അറിയാൻ പറ്റും, ഈ സ്പിരിച്വൽ റലങ്ങൾക്കകത്ത് ഒരു മനുഷ്യനും പോയി യുദ്ധം ചെയ്തിട്ടില്ല. പിടികിട്ടുന്നുണ്ടോ? ആമേൻ. പഴയ നിയമ കാലഘട്ടത്തിൽ ഒരു വ്യക്തിയും ആത്മമണ്ഡലങ്ങളിൽ കയറി പൈശാചിക രാജ്യത്തിനോട് ഫൈറ്റ് ചെയ്തിട്ടില്ല. പൈശാചിക രാജ്യത്തിനോട് ഫൈറ്റ് ചെയ്ത ഒരേ ഒരു കൂട്ടം ദൂതന്മാരായിരുന്നു. ആമേൻ. എന്നാൽ പുതിയ നിയമസഭയെ ക്രിസ്തു യേശുവിനാൽ ഒരുക്കിയെടുത്തപ്പോൾ അവിടെ പറയുകയാ, ഇനി ദൂതന്മാർ മാത്രമല്ല, ഇനി സഭയാകുന്ന നീ ആത്മമണ്ഡലങ്ങളിൽ കയറി പൈശാചിക മണ്ഡലങ്ങളോട് യുദ്ധം ചെയ്യാൻ പോവുകയാണെന്ന്. അതിനകത്തൊന്ന് നിങ്ങൾക്കൊന്ന് ക്ലാരിറ്റി ചെയ്യാം. എന്താ അതിൻ്റെ അർത്ഥം? എന്തിനാ ഭാഷ ഇതൊക്കെ പറയുന്നേ? ഒറ്റ കാര്യം, പഴയ നിയമത്തിൽ ദാനിയേൽ നിന്ന് ഒരു 21 ഫാസ്റ്റിംഗ് എടുക്കുക. ആമേൻ. 21 ദിവസത്തെ ഫാസ്റ്റിംഗ് ആര് നടത്തുക? ഒരു വിഷയവുമായിട്ട് ഇരിക്കുക. കേട്ടോണേ, എന്നെ ഈ ഓൺലൈനിൽ കേട്ടോണേ, ഒരു വിഷയത്തിന് വേണ്ടി ഫാസ്റ്റിംഗ് ഇരിക്കുക. പക്ഷേ സിസ്റ്ററെ, സംഭവിച്ച കാര്യം എന്താണെന്നറിയാമോ? 1-ാമത്തെ ദിവസം തന്നെ സ്വർഗം പ്രാർത്ഥന കേട്ടു. ആമേൻ. പക്ഷെ അടുത്തത് കണ്ടോ? അവിടെ നിന്ന് പ്രാർത്ഥന കേട്ടിട്ട് അവിടെ നിന്ന് ദൂതന്റെ കയ്യിൽ മറുപടിയുമായി കൊടുത്തു വിട്ടെന്ന്. ഹല്ലേലൂയ. പക്ഷെ ദൂതൻ മറുപടിയുമായി വരുന്ന സമയത്ത് കുറച്ചു മുമ്പ് പറഞ്ഞ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന ദൂതനെ തടഞ്ഞു. ആമേൻ. അടുത്ത 21 ദിവസവും കണ്ടിന്യൂ പ്രയറാ, ഉത്തരയില്ല. പ്രൈസ് ദി ലോർഡ്. ആ ഉത്തരത്തിന് വേണ്ടി എന്ത് ചെയ്തു? ഡിലേ അനുഭവിച്ചു. 21 ദിവസം പ്രാർത്ഥനയുടെ 1-ാമത്തെ ദിവസം കേട്ടോണേ, നിങ്ങളുടെയൊക്കെ ചില പ്രാർത്ഥനകൾ സ്വർഗം കേട്ട് ഉത്തരം ഓൾറെഡി നൽകി. പക്ഷേ അത് നിങ്ങളുടെ ഭൗമിക മണ്ഡലങ്ങൾക്കകത്ത്, ഈ ഭൂമിക്കകത്തേക്ക്, നിങ്ങളായിരിക്കുന്ന ഇടത്തേക്ക് ഇറങ്ങി വരാത്തത് എന്താണെന്നറിയാമോ? അതിൻ്റെ കാരണം ആത്മമണ്ഡലത്തിൽ നിനക്കുള്ള ദൂതുമായി വന്ന, നിന്റെ മറുപടിയുമായി വന്ന ദൂതനെ തടഞ്ഞു നിർത്തിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. നിന്നോട് പ്രവചനമുണ്ട്, ആ പ്രവചനത്തിന്റെ നിവർത്തീകരണം സംഭവിക്കാത്തത് എന്താണെന്നറിയാമോ? എവിടെയോ ആത്മമണ്ഡലത്തിൽ ആ പ്രവചനത്തെ തടയുന്ന പൈശാചിക മണ്ഡലമുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ഗോഡ്. പക്ഷേ സംഭവം എന്താണെന്നറിയുമോ? പഴയ നിയമത്തിലുള്ളവർക്കെല്ലാം ആമേൻ ആത്മമണ്ഡലങ്ങളിൽ കയറാൻ പറ്റാത്തത് കൊണ്ട്, ആത്മമണ്ഡലങ്ങളിൽ ഈ ഉത്തരം നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് സംഭവിക്കണം എന്നറിയാമോ? ആത്മമണ്ഡലങ്ങളിൽ അടുത്ത ദൂതൻ ഇറങ്ങി പൈശാചിക മണ്ഡലത്തെ എന്ത് ചെയ്യണം? ഫൈറ്റ് ചെയ്യണം, യുദ്ധം ചെയ്യണം. പിടികിട്ടുന്നുണ്ടോ? യുദ്ധം ചെയ്യണം. യുദ്ധം ചെയ്ത് ആ ദൂതൻ എന്ത് ചെയ്യണം? നമ്മുടെ അടുക്കിലേക്ക് അയക്കണം. പക്ഷെ പുതിയ നിയമസഭയുടെ ഗുണം എന്ന് പറഞ്ഞാൽ, ആമേൻ, പ്രധാന ദൂതൻ കയറണ്ട. നിന്റെ ഉത്തരവുമായി വരുന്ന ദൂതനെ തടയുന്നുണ്ടെങ്കിൽ നീ തന്നെ ആത്മാവിൽ നിറഞ്ഞ് ആത്മമണ്ഡലങ്ങളിൽ കയറി ആത്മീക യുദ്ധം നടത്തി നിന്റെ ഉത്തരങ്ങളെ തടയുന്ന പൈശാചിക മണ്ഡലങ്ങളെ കീഴടക്കി നീ ആത്മമണ്ഡലങ്ങളിൽ നിന്ന് നിന്റെ ഉത്തരവുമായി നിനക്ക് തന്നെ ഇറങ്ങി വരാമെന്ന. ഈ പകൽ എത്ര പേർ റെഡിയാണ്? ഇത് കണ്ടിന്യൂ ചെയ്യപ്പെടും കേട്ടോ. ഈ വചനം എന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്യപ്പെടും. പ്രൈസ് ദി ലോർഡ്. അടുത്ത നാളുകളിൽ കർത്താവ് നിയോഗിക്കുന്നതിനനുസരിച്ച് ഈ ഏരിയയിലോട്ട് നമ്മൾ കടന്നു പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പകലിൽ നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഈ സീസൺ
ആമേൻ. സഭയോടുള്ള ദൈവത്തിൻ്റെ ആത്മാവ് ആലോചന അറിയിക്കുന്നത് ഈ സീസൺ ഇനിയും അവനോട് പ്രതിരോധിച്ചുകൊണ്ട് നിൽക്കേണ്ട സമയമല്ല. ഈ സമയം നീ അവനോട് അറ്റാക്ക് ചെയ്യേണ്ട സമയമാണ്. ഓ ഷാഥലമന, ഹല്ലേലൂയ. സ്പിരിച്വൽ റലങ്ങൾക്കകത്ത്, ആത്മമണ്ഡലങ്ങൾക്കകത്ത് ഇനിയും നീ പ്രതിരോധിച്ചുകൊണ്ട് നിൽക്കുന്ന സമയമല്ല. ഇതുവരെ നിനക്കെതിരെ കയറി വന്ന അറ്റാക്കുകളെ നീ ആത്മശക്തിയിൽ പ്രതിരോധിച്ചു കൊണ്ടിരുന്നു, ശരിയാ. പക്ഷേ അടുത്തൊരു സീസൺ സഭയുടെ മുമ്പിൽ തുറക്കുകയാണ്. ഈ സീസൺ അറ്റാക്ക് ചെയ്യേണ്ട ഒരു സമയമാണെന്ന്. ആത്മമണ്ഡലങ്ങളിലെ യുദ്ധങ്ങൾക്ക് വേണ്ടി സഭ റെഡിയായിരിക്കും. ഈ നാളുകളിൽ ആത്മാവ് ചിലരെ നിയോഗിച്ച ആത്മനിറവിൽ ആത്മമണ്ഡലത്തിലെ യുദ്ധങ്ങൾക്ക് വേണ്ടി ചിലരെ ഒരുക്കുകയാണ്. ചില സ്പിരിച്വൽ വാറുകൾക്ക് വേണ്ടി ചിലരെ ഒരുക്കുകയാണ്. സ്പിരിച്വൽ ബാറ്റിലിനു വേണ്ടി ചിലരെ ഒരുക്കുകയാണ്. ഈ സീസണിൽ നീ അതിനെ പ്രതിരോധിച്ചു കൊണ്ട് നിൽക്കുക മാത്രം ചെയ്യാതെ ആ കോട്ടകളെ ഇടിച്ച്, ദൈവശക്തിയാൽ ഇടിച്ച്, ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി അവനോട് പോരാടേണ്ട സമയമാണ്. യേശുവേ, റാംസിയാധല. ചില ആത്മീക യുദ്ധത്തിനകത്ത് കുടുങ്ങിപ്പോയ ചിലരെ സ്വർഗം ഈ നാളുകളിൽ പുറത്തെടുക്കാൻ പോവുകയാണ്. ഓ, ടൈറ്റായിട്ടുള്ള ആത്മീക യുദ്ധത്തിനകത്ത്, സ്പിരിച്വൽ റലങ്ങൾക്കകത്തുള്ള ആത്മീക യുദ്ധത്തിനകത്ത് പലരും കുടുങ്ങി. സഭ ഇത് ഏതെങ്കിലും ഒരാൾക്കു വേണ്ടി ഉള്ള ദൂതല്ല കേട്ടോ, മുഴുവൻ സഭയോടുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ്. സഭയെ, നിങ്ങൾക്കൊരു പോരാട്ടമുണ്ട്, നിങ്ങൾക്കൊരു യുദ്ധമുണ്ട്. എന്തെന്നാൽ സ്വർഗം നിങ്ങളെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് ഒരു സൈന്യമായിട്ടാണ്.